ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഉമ്മാൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം നാളെ യാഥാർത്ഥ്യമാകാൻ പോവാണ് കേട്ടോ. അതായത് ഉമ്മക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് ഗൾഫിൽ പോകണമെന്ന്. അപ്പോൾ അത് നാളെ നടക്കാൻ പോവാണ്. അപ്പോൾ ഉമ്മയും ഷർഫും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ മാമൻ്റെ അടുത്തേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഒപ്പിയും എല്ലാവരും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാക്കു നെയ്ച്ചോറ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചു. അത് ഫുഡ് കൊടുക്കലും കാര്യങ്ങളും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ്, നാളെ രാവിലെയാണ് പോണത്. അപ്പോൾ രാത്രി എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും മെസ്സി ആയിട്ടാണ് അടുക്കളയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അവിടെ കൊലാമയാണ്. അപ്പോൾ ഞാനും നിത്യ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നിത്യ അവിടെ പാത്രം കഴുകുന്നുണ്ട്, എനിക്ക് ഈ അടുക്കള ക്ലീൻ വേണം. അപ്പോൾ ഞാൻ ഓരോന്ന് അവിടെ ഇങ്ങനെ അവൾക്ക് കഴുകാൻ വേണ്ടി കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു 11:15 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ കുറച്ച് ലേറ്റായി. എൻ്റെ വീട്ടിൽ നിന്നും ഫെബിയുടെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫുള്ളായി അങ്ങനെ വീഡിയോ എടുത്തില്ല, പിന്നെ ക്ലീൻ ചെയ്തതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തിയപ്പോൾ ഇത്രയും തിരുമ്പിയത് മടക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ സമയം കറക്റ്റ് 12 മണിയായിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ കാക്കും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു മടക്കാൻ. അപ്പോൾ എന്നൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല. അത് മൊത്തം മടക്കി വെക്കാനുള്ളൊരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചാൽ മടക്കി വെക്കേണ്ട, അങ്ങനെ വെക്കാൻ. എന്നിട്ട് നാളെ മടക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കാക്കുവിന് മേഡം ഞാൻ സഹായിക്കാം, കുഴപ്പമില്ല, നമുക്ക് മടക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. മടക്കി വെച്ചാൽ അത് അങ്ങോട്ട് നീറ്റായി കിടക്കും. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് നമ്മൾ ഓരോന്ന് തിരഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലമായി കിടക്കും. അപ്പോൾ ഫൈനൽ മടക്കിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കൊണ്ടുപോകാനുള്ള ലഗേജൊക്കെ പാക്ക് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ 2 പേർക്കും കൊണ്ടുപോകാനുള്ള ലഗേജൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിന് 1 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണിത്, അതായത് ഇന്നത്തെ വീഡിയോ ആണിത്, ഇന്ന് രാവിലെ. അപ്പോൾ മാലിക്കു എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ല, അവനക്ക് ഭയങ്കര ഉറക്കം. അപ്പോൾ രാവിലെ തന്നെ 7 മണി 7:15 എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി റെഡി ആയതായിരുന്നു നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ മാലിക്കുവിനൊക്കെ എഴുന്നേൽപ്പിച്ചു, ഒരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാക്കു ഞാൻ കൊടുത്ത ആ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തോ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മാഷാ അല്ലാഹ് ഇറങ്ങിയാണ് നമ്മൾ. അപ്പോൾ മാലിക്കുവിന് തൊപ്പിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഊരാൻ വേണ്ടി പറഞ്ഞിട്ട് അത് ഊരി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. എല്ലാവരും ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഉമ്മാക്കും സന്തോഷമുണ്ട്, എങ്കിലും ഉമ്മാക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഉമ്മ എവിടെ അങ്ങനെ പോയി നിൽക്കാറില്ല. ആരെയും ഞങ്ങളിവിടെ ആക്കിയിട്ട് അങ്ങനെ ഉമ്മ എവിടെയും പോയി നിൽക്കാറില്ല. അതാണ് സത്യം. ഉമ്മാക്ക് ഒറ്റയ്ക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ജംഗ്ഷനിൽ പോലും പോകാൻ അറിയില്ല. അങ്ങനെയാണ് ഉമ്മ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഉമ്മാക്ക് നല്ല ടെൻഷനുണ്ട്, നല്ല പേടിയുണ്ട്, നല്ല സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഉമ്മ ഇവിടെ നിന്ന് അങ്ങനെ പോകാത്ത കാരണം ഉമ്മ പെട്ടെന്ന് ഇത്രയും ദിവസത്തിന് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം നടക്കാമെന്ന് പറയുമ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സമയത്തൊക്കെ കരയാണ്ട് മാക്സിമം പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം കരയാണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ കൈവിട്ട് പോയി, ഞാൻ കരഞ്ഞു. നമുക്ക് എത്ര പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അങ്ങനെ ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൊണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ദുആക്കായിരുന്നു. മാഷാ അല്ലാഹ് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ട്രാവലറിലാണ് പോണത് കേട്ടോ. അപ്പോൾ താഴത്തെ ചേച്ചിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പം 2 യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. ഉമ്മ അങ്ങനെ വിട്ട് നിൽക്കാത്തതുകൊണ്ട് എല്ലാവർക്കും സങ്കടമുണ്ട്. അപ്പോൾ അത് കുഞ്ഞാപ്പയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പ 4 പോസൊക്കെ ഇട്ട് നിന്ന് തന്നതാണ്. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ ചെയ്യാറില്ല ഞാൻ കുറച്ച് ലാഗ് അടിച്ചിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പക്ഷേ എല്ലാവരും എന്നോട് ചോദിച്ചു, ഉമ്മ പോണ വീഡിയോ ഇടണം കേട്ടോ, എന്തായാലും ഇന്ന് തന്നെ ഇടണം കേട്ടോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിതാ ട്രാവലറിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. I feel like I'm losing my mind.
Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey, give me that crown, get in my way and to be put down. It ain't your place, all this my town. If I want that shit, then I'll get it right now. I'm losing it, the noose it fits. I'm losing shit, a stupid myth. You choose to live or choose to dip. You choose to fight or lose your grip and lose a gift. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. അപ്പോൾ ഇതാ മാലിക്കൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫീലിംഗ് സോങ്ങൊക്കെ വെച്ചിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്കൊക്കെ ഭയങ്കര ഉറക്കമാണ്. കാക്ക ഇവിടെ ഒന്നും നടന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഓൾറെഡി എയർപോർട്ടിൻ്റെ അവിടെ എത്താനായ ടൈമിലാണ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പൊറാട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആർക്കും അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എത്താനായ ടൈമിൽ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് ലൈമ്, കോഫി. ഞാൻ കോഫിയാണ് കുടിച്ചത്. മാലിക്കിന് ഹോർലിക്സ് കാര്യങ്ങൾ ഓർഡർ ചെയ്തു. ഫസ്റ്റൊക്കെ ലൈമാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ആവറേജ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചായ മാലിക്കിന് ഹോർലിക്സ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവന് എല്ലാത്തിനും ടേസ്റ്റൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വണ്ടി കയറി എയർപോർട്ടിലെത്തി. 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തി കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഉമ്മാക്ക് ടെൻഷനൊക്കെ അത്യാവശ്യം ഉണ്ട്. ഉമ്മാക്ക് ടെൻഷൻ കാരണം ഉമ്മ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും പോകാത്ത കാരണം ഉമ്മാക്ക് നല്ലോണം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷർഫും കൂടി ഉള്ള കാരണം ഉമ്മാക്ക് വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഒരാളും കൂടി ഉണ്ടല്ലോ കൂടെ എന്നൊരു സമാധാനം ഉമ്മാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി ഉള്ള കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല ഉമ്മാക്ക്. അപ്പോൾ ഉമ്മാനെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ എന്തോ ഷാളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ലഗേജൊക്കെ ട്രോളിയിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിബിരാജ് ഇതാ ലഗേജൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ഞിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്നറിയില്ല, നെഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചെത്തി. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിലൊക്കെ കയറി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ മാലക്കുന്ന് കോഴിമുട്ട പുഴുങ്ങിയതും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ കുഞ്ഞാപ്പ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സന്തോഷമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.